Today we are going to start our third chapter, More Features of MS Word 2010. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഷൻ 2010 അല്ല കേട്ടോ. നമ്മുടെ MS വേർഡിന്റെ മോർ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വേർഡ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വി ആർ യൂസിങ് വേർഡ് ഫോർ what to? Good morning, Miss. Good morning. വേർഡ് കൊണ്ട് നമ്മൾ എന്താ ചെയ്യാറ്? വേർഡ് നമ്മൾ ഡോക്യുമെന്റ്സും റിപ്പോർട്ടൊക്കെ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടല്ലേ വേർഡ് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ സ്റ്റോറി എഴുതാം, പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാം, അങ്ങനെ എന്തെങ്കിലും ലെസൺ സ്റ്റഡി മെറ്റീരിയൽസ് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വേർഡ് ഉപയോഗിക്കുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതിന്, റിപ്പോർട്ട് പോലെ അങ്ങനെ എന്തെങ്കിലും ആക്കുന്നതിനാണ് നമ്മൾ വേർഡ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ വേർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? വേർഡിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? വേർഡ് ഫയൽ എന്ന് എപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ? കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു വേർഡ് ഫയൽ എടുക്കാൻ പോവാണ്. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു, അതിൽ ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു. മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റിലെ അത് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ എനിക്കൊരു വേർഡ് ഡോക്യുമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നു. അതിന് നമുക്ക് ഇഷ്ടമുള്ള ഫയൽ നെയിം കൊടുക്കാം. ഞാനത് ഓപ്പൺ ചെയ്തു. ഒരെണ്ണം നിങ്ങളുടെ ടൈം ടേബിൾ ആണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ അറിയാലോ. സിംപ്ലി നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ അറിയാലോ നിങ്ങൾക്ക്. ടൈപ്പ് ചെയ്യാനും സെലക്ട് ചെയ്യാനും അതിന്റെ ഫോണ്ട് സൈസ് മാറ്റി കൊടുക്കാനും ഒക്കെ അറിയല്ലേ നിങ്ങൾക്ക്? ഫോണ്ട് സൈസും ഫോണ്ട് സ്റ്റൈലും അതിന്റെ സൈസും കളറൊക്കെ മാറ്റി കൊടുക്കുന്നത് നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതല്ലേ? അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് സെന്റർ അലൈൻ ചെയ്യാം, സൈഡിൽ അലൈൻമെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ, തേർഡ് ചാപ്റ്ററിൽ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഓട്ടോ കറക്റ്റ്. ഓട്ടോ കറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവുന്നത്? ഓട്ടോ കറക്റ്റിന് കേൾക്കുമ്പോൾ കറക്റ്റ് ചെയ്യാം, ഓട്ടോ കറക്റ്റ്. ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദാറ്റ് വേർഡ് ഓട്ടോ കറക്റ്റ്? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ, ഓട്ടോ കറക്റ്റിന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നതെന്ന്? ഓരോ ഡോക്യുമെന്റ് കറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് എറർ ഒന്നും ഇല്ലാതെ നല്ലൊരു എന്താ പറയാ, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാത്ത കാര്യമായിരിക്കണ്ടേ? നല്ല കറക്റ്റ് ഫോമാറ്റിൽ. ഇങ്ങനെ സെന്റൻസ് ബിഗിൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ വേണമെന്നുണ്ട്, നമ്മുടെ പേര് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ വേണമെന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളില്ലേ, ഗ്രാമാറ്റിക്കലി കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ച് വേണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറി നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും. ഇപ്പൊ നോട്ട്ബുക്കിലെല്ലാം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതണം എന്നല്ലേ പറയാറ്? ഓരോ വേർഡും കറക്റ്റ് സ്പെല്ലിങ്ങിൽ അല്ലെങ്കിൽ കറക്റ്റ് ഫോമാറ്റിൽ വേണം എഴുതാൻ. അപ്പോൾ അത് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി നമുക്ക് കറക്റ്റ് ചെയ്ത് തരും. ഓട്ടോ കറക്റ്റ്. ഇപ്പൊ നമ്മൾ കുറേ സ്പെല്ലിങ് മിസ്സ്പെൽ ചെയ്യുന്നതില്ലേ, കുറേ സ്പെല്ലിങ് നമ്മൾ തെറ്റി എഴുതാറും പറയാറുമില്ലേ? ഉണ്ട്. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്പെല്ലിങ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മള് അഡ്രസ്സിന്റെ സ്പെല്ലിംഗ് എന്താ? വാട്ട് ഈസ് ദി സ്പെല്ലിംഗ് ഓഫ് അഡ്രസ്?
A, somebody unmute and tell. ADD ADD. RESS. ഓക്കെ, അതാണ് അഡ്രസ്സിന്റെ കറക്റ്റ് സ്പെല്ലിംഗ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരു ഹറി ബറിയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ADRESS എന്ന് മാത്രമേ ടൈപ്പ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചോ. നമ്മൾ എൻ്റർ ഓർ സ്പേസ് പ്രസ് ചെയ്യുമ്പോൾ അഡ്രസ് അവിടെ കറക്റ്റ് ആയിട്ട് വന്നു. നമ്മൾ ടൈപ്പ് ചെയ്ത് ADRESS മാത്രമേ ഉള്ളൂ. യെസ്, വാട്ട്? ഈ അഡ്രസ്സിന്റെ സ്പെല്ലിംഗ് നമ്മൾ തെറ്റിച്ചു കൊടുത്തില്ലേ? തെറ്റിച്ചു കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഒരു കീ പ്രസ് ചെയ്തില്ലേ? അത് കഴിഞ്ഞിട്ട് അത് എൻഡറോ സ്പേസ്, നമ്മള് സ്പേസ് ഇട്ടല്ലേ. അപ്പൊ മൈ അഡ്രസ്, നമ്മൾ നോർമലി ഓരോ വേർഡും കഴിഞ്ഞ് കുറച്ച് സ്പേസ് ഇടില്ലേ, സ്പേസ് ബാർ അല്ലേ യൂസ് ചെയ്യാം. സ്പേസ് ഓർ എൻ്റർ ഉപയോഗിക്കാം. ADRESS മൈ അഡ്രസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്തു. ദെൻ എൻ്റർ ഓർ സ്പേസ് ഇടുമ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് ADRESS ആണ്, പക്ഷെ കറക്റ്റ് അവിടെ വന്നിരിക്കുന്ന അഡ്രസ്സിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ വലിയ ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ കുറെ മിസ്റ്റേക്സ് വരാം. പക്ഷെ ആ മിസ്റ്റേക്സ് കമ്പ്യൂട്ടർ തന്നെ കറക്റ്റ് ചെയ്ത് തന്നാൽ എളുപ്പമല്ലേ, ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്ത് തന്നാല്. എന്ന് പറയുമ്പോൾ നമ്മൾ സെന്റൻസ് എങ്ങനെ ബിഗിൻ ചെയ്യണം, നമ്മൾ എഴുതുന്ന വേർഡിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ, എൻ്റെ ഇനീഷ്യൽസ് എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ, ഈ ഡേ ഒക്കെ എഴുതുമ്പോൾ അതൊക്കെ ക്യാപിറ്റൽ ലെറ്ററിലാണ്. അപ്പോൾ ക്യാപിറ്റൽ വേണ്ടടുത്ത് ക്യാപിറ്റലും സ്മോൾ ലെറ്റർ വേണ്ടടുത്ത് സ്മോൾ ലെറ്ററും പിന്നെ കറക്റ്റ് സ്പെല്ലിങ്ങും ഒക്കെ വേണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ തെറ്റ് മനസ്സിലാവില്ല. നിങ്ങളുടെ നോട്ട്ബുക്ക് ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യുമ്പോഴല്ലേ നിങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്സും കൂടുതൽ മനസ്സിലാവാം. നിങ്ങൾ തന്നെ നോക്കുമ്പോൾ ആ മിസ്റ്റേക്സ് നിങ്ങൾ കാണില്ലല്ലോ. അപ്പോൾ നമ്മൾ കോമൺലി മിസ്പെല്ല് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ, ഓട്ടോ കറക്റ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കും. ഓട്ടോ കറക്റ്റ് നമ്മൾ കുറച്ച് കാര്യം നമ്മളിപ്പോൾ എന്താ പറയാ, കോമൺലി മിസ്പെല്ല് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ തെറ്റാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഓട്ടോ കറക്റ്റ് ലിസ്റ്റ് ഉണ്ട് കമ്പ്യൂട്ടറിന്റെ ഇതിന്റെ വേർഡിൽ. ആ ഓട്ടോ കറക്റ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്താൽ നമ്മൾ ആ തെറ്റായിട്ട് എഴുതുന്ന സ്പെല്ലിങ്ങിനെ കറക്റ്റ് സ്പെല്ലിങ്ങിലേക്ക് മാറ്റിയിട്ടായിരിക്കും കമ്പ്യൂട്ടർ അതിൽ ഡിസ്പ്ലേ ചെയ്യുക, മീൻസ് വേർഡ് ഫയലിൽ ഉണ്ടാവാം. അപ്പോൾ ഓട്ടോ കറക്റ്റ് ലിസ്റ്റിൽ കുറേ വേർഡ്സ് ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു വേർഡ് ഓട്ടോ കറക്റ്റ് ലിസ്റ്റിലേക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഫയൽ എന്ന ഓപ്ഷൻ കണ്ടോ നിങ്ങൾ? ഫയൽ ടാബ് കണ്ടോ? here is the file tab. അതിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ we have options. Can you see it? ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ we are getting a lot of options here. അതിൽ എന്ത് നമ്മൾ ചൂസ് ചെയ്യണം? പ്രൂഫിംഗ്. ഈ പ്രൂഫിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രൂഫ് നോക്കാന്ന് പറയില്ലേ, എന്തെങ്കിലും നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പ്രൂഫ് നോക്കാന്നൊക്കെ പറയില്ലേ. അപ്പൊ പ്രൂഫിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. Again we are getting a lot of options here. അതിൽ change how word corrects and formats text as you type. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റും അതിന്റെ ഫോമാറ്റും എങ്ങനെ കറക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഈ ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് കണ്ടോ? ഓട്ടോ കറക്റ്റ് ഓപ്ഷൻ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്തു. ഫയൽ ടാബിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തു. ഓപ്ഷൻസിൽ പ്രൂഫിംഗ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് കണ്ടു, അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു ഓട്ടോ കറക്റ്റ് ഓപ്ഷന്റെ ചെറിയൊരു ഡയലോഗ് ബോക്സ് അവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഈ ചെറിയൊരു ടേബിൾ പോലെ കണ്ടോ, ബ്ലൂ കളറിൽ സെലക്ട് ആയിട്ടുള്ളത്? അത് താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് വേർഡ്സ് ഉണ്ട് അവിടെ. നമ്മൾ മിസ്പെൽ ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പറയാ റോങ് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ലെറ്റേഴ്സിന്റെ ഒക്കെ കറക്റ്റ് സ്പെല്ലിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സലന്റ് EXCELLANT എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ കറക്റ്റ് സ്പെല്ലിങ്. ഇത് നമ്മൾ മിസ്പെൽ ചെയ്യാൻ സാധ്യതയുള്ള വേർഡ്, അത് അതിന്റെ കറക്റ്റ് സ്പെല്ലിങ്. അങ്ങനെ ഓരോന്നിന്റെ അവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ ഒരു രീതിയിലാണ് റോങ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഈ ഓട്ടോ കറക്റ്റ് ലിസ്റ്റിൽ ഉള്ളതാണെങ്കിൽ അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മളിപ്പോ അഡ്രസ്സിന് റോങ് ആയിട്ട് ടൈപ്പ് ചെയ്തപ്പോൾ അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് അല്ലേ അവിടെ വന്നത്? ആണോ? ക്ലാസ്സിലാണോ പറഞ്ഞത്? മനസ്സിലായോ? ആ അഡ്രസ്സിനുള്ളത് ടൈപ്പ് ചെയ്തപ്പോ കറക്റ്റ് സ്പെല്ലിംഗ് വരാൻ കാരണം എന്താണെന്നറിയോ? കാരണം അഡ്രസ്സിന്റെ റോങ് സ്പെല്ലിംഗ് ഇവിടെയുണ്ട്, അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വേർഡ് ഓട്ടോ കറക്റ്റ് ലിസ്റ്റിൽ ഉള്ളത് കൊണ്ടാണ് ആ റോങ് സ്പെല്ലിംഗ് ഈ സ്പെല്ലിംഗ് അവിടെ ടൈപ്പ് ചെയ്തപ്പോഴും കറക്റ്റ് സ്പെല്ലിംഗ് അവിടെ റീപ്ലേസ് ചെയ്ത് വന്നത്. അപ്പൊ ഇനി ഇതില് വേറെ ഏതെങ്കിലും സ്പെല്ലിംഗ് ആഡ് എങ്ങനെയുണ്ട്? ആഡ് ചെയ്യുന്ന കാര്യം ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ ഈ കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിലില്ലാത്തത് കണ്ടുപിടിക്കാൻ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ പറയുന്ന വേർഡ് എന്താണ്? എന്താ ഇപ്പൊ ഞാൻ ആഡ് ചെയ്യണ്ടേ? ഓക്കെ, ഇഞ്ച് സ്പേസ് TER എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഇഞ്ച് സ്പേസ് TER, അത് റോങ് സ്പെല്ലിംഗ് ആണ്. ഇൻ കേസ് ഞാൻ ഈ വേർഡിൽ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ അത് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം എന്നുള്ളത് ഈ വിത്തിന് താഴെ റീപ്ലേസ് ഇന്റർ വിത്ത് എന്താണെന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്യാം. റീപ്ലേസ് ഇന്റർ വിത്ത് വിച്ച് വേർഡ്? ഇന്റർ. ഫസ്റ്റ് നമ്മൾ ഏത് വേർഡിനെയാണോ റീപ്ലേസ് ചെയ്യേണ്ടത് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് ഏത് വേർഡ് കൊണ്ടാണോ ഏതാണോ കറക്റ്റ് സ്പെല്ലിങ് അത് അവിടെ വിത്തിന് താഴെ എൻ്റർ ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ ഇത്രയും? ദെൻ ആഡ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ? ഈ പുതിയ ഓപ്ഷൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം. ആഡ് കൊടുക്കുക. കണ്ടോ, നമ്മൾ ടൈപ്പ് ചെയ്തത് ഇവിടെ വന്നു. ഇഞ്ച് സ്പേസ് TER എന്ന വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആക്ച്വലി വരേണ്ടത് എന്താണ്? ഇന്റർ എന്ന വേർഡാണ്. വി ആർ റീപ്ലേസിംഗ് INT space TER inter with the word inter. Then at last ഇതെല്ലാം കഴിഞ്ഞ് just simply press this OK. Now you can close this all. I'm going to type INT space TER എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഞാനൊരു സ്പേസ് അടിച്ചു. We can see inter there. മനസ്സിലായോ? നമ്മളിപ്പോ ആഡ് ചെയ്ത് കൊടുത്തതാണ്. INT space TER എന്ന് ഞാൻ അടിച്ചു. Then again I am typing a space. ഇന്റർ എന്നുള്ള വേർഡ് അവിടെ ഓട്ടോമാറ്റിക്കലി വന്നു. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴും ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? അങ്ങനെയുള്ള കേസസിലാണ് ഈ ഓട്ടോ കറക്റ്റിന്റെ ഉപയോഗം, എന്താ പറയാ, ഈ ഓട്ടോ കറക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓട്ടോ കറക്റ്റ് സൂപ്പർ അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, ഇതിപ്പോ നമ്മൾ ഓട്ടോ കറക്റ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്തത്. ഇനി ഡിലീറ്റ് ചെയ്യാനോ? ഇപ്പൊ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്ത ഇന്റർ സ്പേസ് TER എന്നുള്ളത് ഇന്റർ അല്ല, അത് നമുക്ക് അവിടെ റോങ് എൻട്രി ആയിരുന്നു, നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫയലില് സെയിം മെത്തേഡ്. Yes. After that, options. Which one? Proofing. Auto correct options. Yes. Now what we have to do? We have to choose that from the list. ഇതിപ്പോ ആഡ് ചെയ്യുന്ന കാര്യമല്ല, ഞാൻ റിമൂവ് ചെയ്യുന്ന കാര്യം പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരെണ്ണം ആഡ് ചെയ്തു. ഇനിയിപ്പോ നമ്മൾ ആഡ് ചെയ്തു
എങ്ങനെ? ഓട്ടോമാറ്റിക്കൽ യൂസ് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ ഒരെണ്ണം ആഡ് ചെയ്തു നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓട്ടോ കറക്റ്റ് ലിസ്റ്റിലേക്ക് ഒരു റീപ്ലേസ് ചെയ്യേണ്ട വേർഡും ഏതിനാണോ റീപ്ലേസ് ചെയ്യേണ്ട വേർഡും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു, അതിനെ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഉള്ളതിൽ ഒരെണ്ണം തെറ്റായിരുന്നു നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത അല്ലെങ്കിൽ ഓട്ടോ കറക്റ്റ് ലിസ്റ്റിലുള്ള ഒരു വേർഡ്, അത് നമുക്ക് അത്ര എന്താ പറയുക വേണ്ടായിരുന്നു, അത് നമുക്ക് ഒഴിവാക്കണം എന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ കൊടുത്ത ഇന്റർ എന്നുള്ളത് ഇവിടെ ഉണ്ടല്ലോ, അത് നമുക്ക് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ. ആ ലിസ്റ്റിൽ നമുക്കത് വേണ്ട. അങ്ങനെയാണെങ്കിൽ എന്താ ആദ്യം ചെയ്യേണ്ടത്, ഈ ഓട്ടോ കറക്റ്റിന്റെ ഡയലോഗ് ബോക്സ് വരെയുള്ള മെത്തേഡ് സെയിം ആണ്, മറ്റേ ആഡ് ചെയ്യേണ്ട അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. ഈ ഒരു ഡയലോഗ് ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉള്ളത് ഡിലീറ്റ് ചെയ്യല്ലേ വേണ്ടത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഏതാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത ഇൻസ്റ്റേർട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഡിലീറ്റ് ബട്ടൺ ആക്ടിവേറ്റ് ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് വേണ്ട സെലക്ട് ചെയ്യാം, അത് ഡിലീറ്റ് ചെയ്യാം, ഓക്കെ കൊടുക്കാം. നമ്മൾ ഫോണിലൊക്കെ ചെയ്യുന്നല്ലേ, ഏത് പിക്ചർ അല്ലെങ്കിൽ ഏതാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി ഞാൻ ഇന്റർ സ്പേസ് ടേൺ അടിച്ചാൽ ഇന്റർന്ന് വരില്ല, കാരണം അത് റിമൂവ് ചെയ്തു. അത് ഓട്ടോ കറക്റ്റ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഓട്ടോ കറക്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മളത് റിമൂവ് ചെയ്തു. അപ്പൊ ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓട്ടോ കറക്റ്റ് ലിസ്റ്റിലേക്ക് വേർഡ്സ് ആഡ് ചെയ്യാൻ നമ്മൾ തന്നെ എല്ലാ വേർഡും ഓട്ടോ കറക്റ്റ് ലിസ്റ്റിൽ നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് വെക്കണം. ഇപ്പൊ ഓൾറെഡി അതിൽ കുറെ വേർഡ്സ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇനി അതിലില്ലാതെ എന്തെങ്കിലും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ വേർഡ്സും തന്നെ അതിലുണ്ട്. ഒക്കേഷൻ നമ്മളിപ്പോ ഏത് വേർഡ് ടൈപ്പ് ചെയ്താലും ഓട്ടോ കറക്റ്റ് ആയിട്ട് വരും. നമ്മൾ റിസീവിന്റെ സ്പെല്ലിംഗ് എന്താ? CIVE ആണോ CEIVE ആണോ? എനിക്കിത് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളൊരു വേർഡാണ്. ആക്ച്വലി അത് CEIVE ആണ്. ഞാൻ എപ്പോൾ ടൈപ്പ് ചെയ്താലും അതിങ്ങനെ ടൈപ്പ് ചെയ്യുള്ളൂ, RECIVE. But actually its spelling is this, RECEIVE. അത് ഓട്ടോ കറക്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം എൻ്റെ കേസിൽ എന്താ ഓക്കെ ആയി പോകുന്നതാണ്. മനസ്സിലായോ? ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ ഓട്ടോ കറക്റ്റ് ഓപ്ഷനിൽ അത് ചെയ്ത് കൊടുത്താൽ ശരിയുള്ള സ്പെല്ലിംഗ് വരുള്ളൂ. അങ്ങനെ ചെയ്തു കൊടുത്താല് ശരിയുള്ള സ്പെല്ലിംഗ് വരുള്ളൂ. എനിക്ക് മനസ്സിലായില്ല മോനെ, ഒന്നുകൂടെ പറയോ? നമ്മളിപ്പോ തെറ്റായിട്ട് അവിടെ കൊടുത്തു. തെറ്റായിട്ട് അവിടെ കൊടുത്തു. ഓട്ടോ കറക്റ്റ് ഓപ്ഷനില് അത് ശരിയായിട്ട് ആ പേരുള്ളതും തന്നെ ഇവിടെ അതെ അതെ അതെ. ഓട്ടോ കറക്റ്റ് ലിസ്റ്റിൽ ഏതൊക്കെ വേർഡ്സ് ഉണ്ട്? ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ വേർഡ്സും തന്നെ അതിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഫയൽ, ഓപ്ഷൻസ്, പ്രൂഫിംഗ്, ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ്. അതില് ഈ ചെറിയ ബോക്സ് ഉണ്ടോ, ടേബിൾ കണ്ടോ? അതില് കുറെ വേർഡ്സ് ഉണ്ട്. നമ്മൾ മിസ്പെല് ചെയ്യാൻ സാധ്യതയുള്ള കുറെ വേർഡ്സ് ഉണ്ട്. എന്തോ എബൌട്ട് അത് മിസ്സേ നമ്മളിപ്പോ തെറ്റായിട്ട് ഇപ്പൊ INC നമ്മളത് പുറത്തേക്ക് വന്നിട്ട് അതെല്ലാം ഇതെല്ലാം ടൈപ്പ് ചെയ്തെങ്കിൽ അത് ശരിയായിട്ട് വരികയല്ലോ. നമ്മളത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശരിയായിട്ട് വരത്തില്ല. അതല്ല ചോദിച്ചത്. നീ അതൊന്ന് ടൈപ്പ് ചെയ്ത് തരുമോ? എനിക്ക് നീ പറയുന്നത് ക്ലിയർ ആവുന്നില്ല കേട്ടോ. ആർക്കെങ്കിലും മനസ്സിലായവന്റെ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ?
അവൻ പറയുന്നത് ക്ലിയർ അല്ല, ക്ലിയർ അല്ല. സ്റ്റക്ക് ആയിട്ടാ കേക്ക്. അതെ, മോനെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിടാ. മിസ്, നമ്മളിപ്പോ ഓട്ടോ കളക്ട് ഓപ്ഷനിൽ നമ്മളിപ്പോ തെറ്റും ശരിയായ സ്പെല്ലിംഗ് അടിച്ചു കൊടുത്തു. തെറ്റിന് ശരിയായ സ്പെല്ലിംഗ് റീപ്ലേസും വിത്തും കൊടുത്തു. അപ്പൊ നമ്മൾ പുറത്ത് വന്ന് ടൈപ്പ് ചെയ്യുന്ന തെറ്റ് സ്പെല്ലിംഗ് അല്ല, വേറെ ഇവിടെ ഓപ്ഷനിൽ കൊടുത്ത സ്പെല്ലിംഗ് അല്ല വരുന്നെങ്കിലോ, നമ്മൾ ടൈപ്പ് ചെയ്യുന്നെങ്കിലോ? ഓപ്ഷനിൽ കൊടുത്ത സ്പെല്ലിംഗ് ഇപ്പൊ INT okay, I'll type that. INT space TER, then അതിന്റെ ശരിയായ സ്പെല്ലിംഗ് നമ്മൾ ആ വിത്തിന്റെ താഴെ അടിച്ചു കൊടുക്കുന്നു. കൊടുത്തു. ആദ്യം ഓക്കെ കൊടുക്കുന്നു. Okay. Now ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോ INT ടൈപ്പ് ചെയ്താലോ? കുഴപ്പമില്ല. ഇത് എന്തിനാ നമ്മൾ ഓട്ടോ കറക്റ്റ് ലിസ്റ്റിൽ കൊടുക്കുന്നതെന്ന് വെച്ചാല്, ഇനി എങ്ങാനും നമ്മൾ എഴുതുമ്പോൾ തെറ്റിപ്പോയാൽ അത് കറക്റ്റ് ചെയ്ത് വരണ്ടേ. നമ്മൾ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന കേസിൽ നമ്മൾ കറക്റ്റ് ആയി തന്നെ അവർ കമ്പ്യൂട്ടർ അക്സെപ്റ്റ് ചെയ്ത് പോകും. വേർഡില് നമ്മൾ കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ളത് കറക്റ്റ് സ്പെല്ലിംഗ് തന്നെ അവിടെ എടുക്കും. ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് വരുത്തിയാൽ അത് ഓട്ടോ കറക്റ്റ് ചെയ്യാണ്. മനസ്സിലായോ? ഇപ്പം മോനത് കറക്റ്റ് ആയിട്ടാണ് സ്പെല്ലിംഗ് എല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാം ചെയ്യുന്നെങ്കിൽ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ നമ്മള് ഹ്യൂമൻ ബീയിങ്സ് അല്ലേ, നമ്മൾക്ക് എന്താ പറയാ, എപ്പോഴേലും മിസ്റ്റേക്സ് വന്നാൽ അത് കമ്പ്യൂട്ടർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓട്ടോ കറക്റ്റ് ലിസ്റ്റ് ഉള്ളത്. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല നമ്മൾ വരുത്തി വെച്ച മിസ്റ്റേക്സ് എന്താന്ന്. കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റ് ആയിട്ട് തന്നെ അത് ആ വാല്യൂ എടുക്കുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഹറി പറയില്ല, ഇപ്പം ഡായുടെ സ്പെല്ലിങ് TEH എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ട്, ഡയുടെ സ്പെല്ലിങ്. പക്ഷെ അത് കറക്റ്റ് അല്ലല്ലോ. പക്ഷെ ഓട്ടോ കറക്റ്റിൽ ആഡ് ചെയ്യുമ്പോൾ അത് ദാന്ന് തന്നെ ഡിസ്പ്ലേ ആവത്തുള്ളൂ. ആക്ച്വലി മോനെ ടൈപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാവും, നമ്മൾ വേർഡിൽ എത്ര ടൈപ്പ് ചെയ്താലും കൂടുതൽ മിസ്റ്റേക്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഓട്ടോ കറക്റ്റ് മനസ്സിലായില്ലേ? Okay, next we are going to learn about auto text. ഇതിൽ ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ട്, ക്ലിക്ക് ടൈം എന്ന് പറഞ്ഞിട്ട്. രാഹുൽ often spells occasion as OCCASSION as OCASSION. He wants to add this entry to the autocorrect list in the MS Word. What should he do? ഒക്കേഷൻ ഓൾറെഡി ഇതിനകത്ത് ഉണ്ട്, എന്നാലും നമുക്ക് ഒന്നുകൂടെ അത് സമ്മറൈസ് ചെയ്യുന്ന പോലെ പറയാം. ഒരു വേർഡ്, തെറ്റായിട്ടുള്ള ഒരു വേർഡ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വേർഡ്, ഞാനിപ്പോ റിസീവ് എപ്പോഴും തെറ്റായിട്ട് എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ എഴുതുന്നതെന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ ഓരോ വ്യക്തിക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു സ്പെല്ലിംഗ്, ഒരു വേർഡ് സ്പെല്ലിംഗ് ഉണ്ടാവും. അതെന്തായാലും ഓട്ടോ കറക്റ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എഴുതിയിട്ട് വരുമ്പം തെറ്റെന്ന് തോന്നിയത് ഓട്ടോ കറക്റ്റ് ലിസ്റ്റിൽ ഇല്ല നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഓട്ടോ കറക്റ്റ് ലിസ്റ്റിൽ നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. മനസ്സിലായോ? അപ്പൊ ഓട്ടോ കറക്റ്റ് ലിസ്റ്റിലേക്ക് നമുക്കൊരു വേർഡ്, അങ്ങനെ നമ്മൾ കോമൺലി മിസ്റ്റേക്സ് വരുത്തുന്ന ഒരു വേർഡ് എൻ്റർ ചെയ്യണമെങ്കിൽ, ഒരു ആഡ് ചെയ്ത് വെക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വാട്ട് യു ഹാവ് ടു ഡു? എന്തോ നമ്മളൊരു കമ്പ്യൂട്ടറിന് ഒരു ഗിരിഗിരി സൗണ്ട് കേൾക്കുന്നുണ്ട്. ഗിരിഗിരി സൗണ്ട് കേൾക്കുന്നുണ്ടോ? പക്ഷെ എനിക്കൊന്നും തിരിയുന്നില്ല. ഗിരിഗിരി സൗണ്ട് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പോഴും ഉണ്ടല്ലേ? എന്ത് പറ്റിട്ടാണോ എന്തോ. ഇതെനിക്കിനി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പറഞ്ഞപ്പോഴും മിസ്സിന്റെ ആ സൗണ്ട് കേട്ടോണ്ട് ക്ലിയർ ആകത്തില്ലായിരുന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയറാ പറയുന്നത്. പക്ഷെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലേ, ഗിരിഗിരി സൗണ്ട്. കുഴപ്പമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് എന്താ സംഭവം കേൾക്കുന്നില്ല. ഓക്കെ, അപ്പോ ഓട്ടോ കറക്റ്റ് ലിസ്റ്റിലേക്ക് ഒരു വേർഡ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാട്ട് യു ഹാവ് ടു ഡു? ഓട്ടോ കറക്റ്റ് ലിസ്റ്റിലേക്ക് ഒരു വേർഡ് ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം?
ഫയലിൽ പോവാ, ഫയലിൽ പോവാ, ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക, ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ പ്രൂഫിംഗിൽ ക്ലിക്ക് ചെയ്യുക, പ്രൂഫിംഗിൽ ക്ലിക്ക് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഓട്ടോ കറക്റ്റ് യെസ് ഓട്ടോ കറക്റ്റ് ക്ലിക്ക് ഓപ്ഷൻ. ചെയ്യുക. ഓക്കെ, റീപ്ലേസിന്റെ അവിടെ തെറ്റായ സ്പെല്ലിംഗ് എടുത്തിരിക്കുക. തെറ്റായ ഒരു സ്പെല്ലിങ്. ഓക്കെ, കൊടുത്തു. ശരിയായത് കൊടുക്കുക. അതിന്റെ ശരിയായത് കൊടുക്കുക. ദെൻ മിസ് അവിടെ തെറ്റായ നോക്കുക മിസ്സേ. അവിടെ തെറ്റായ അക്ഷരം കൊടുത്ത കമ്പ്യൂട്ടർ അത് ശ്രദ്ധിക്കുമോ? കൊടുത്തു നോക്കാം. ആഡിന് ഞാൻ ആഡ് തന്നെ റോങ് വേർഡ് തന്നെ കൊടുത്തു, ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ കൊടുത്തു. കമ്പ്യൂട്ടറിന് നമ്മൾ കൊടുക്കുന്ന പോലെ കാര്യങ്ങളെ ചെയ്യാൻ അറിയുള്ളൂ. അതിന് സ്വയം ചിന്തിച്ച് ചെയ്യാനുള്ള ഇന്റലിജൻസ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് തെറ്റ് ചെയ്യുന്നു അതേ തെറ്റ് അതും ചെയ്യും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കാര്യം കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, കണ്ടോ എന്ത് തെറ്റാണോ ഞാൻ കൊടുത്തത് അതേ തെറ്റ് അവിടെ വന്നിട്ടുണ്ട്. സോ നമ്മൾ കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ ഡിലീറ്റ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ റോങ് എൻട്രി ഞാൻ ആഡ് ചെയ്തില്ലേ, ഇത് ഡിലീറ്റ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? എങ്ങനെ? ഫയൽസ് എടുക്കുക, ഫയൽസ് എടുക്കുക, ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക, പ്രൂഫിംഗിൽ ക്ലിക്ക് ചെയ്യുക, ഓട്ടോ കറക്റ്റ് ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് എടുത്തു. ഇനിയും നേരത്തെ എടുത്തിട്ട് അതിന്റെ കറക്റ്റ് ആയത് അടിക്കുക. അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഈസി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. മിസ് യെസ് മിസ് അപ്പൊ അവിടെ മിസ് ആടുന്ന് മിസ് ടൈപ്പ് ചെയ്തിട്ടില്ലേ മുമ്പേ? അപ്പൊ അതില് പ്രസ് ചെയ്യുമ്പോ എന്നിട്ട് അതില് ഡിലീറ്റ് ചെയ്ത് ബാക്ക് സ്പേസ് വെച്ച് ഡിലീറ്റ് ചെയ്തിട്ടില്ലേ? എങ്ങനെയാടാ എനിക്ക് മനസ്സിലായില്ല. ഇവിടെ തന്നെ റീപ്ലേസ് ചെയ്യാനാണോ നീ ഉദ്ദേശിച്ചത്? മിസ് ഇപ്പൊ മിസ് അവിടുത്തെ ആഡില് പ്രസ് ചെയ്തപ്പോ അവിടെ മുകളിൽ റീപ്ലേസിലും വിത്തിലും ആ വേർഡ് വന്നു. യെസ്. അപ്പൊ അവിടെ ബാക്ക് സ്പേസ് അടിച്ചിട്ട് അത് കറക്റ്റ് ആക്കിയാ പോരെ? പറ്റും. അത് ഞാൻ അടുത്ത കേസ് പറയാൻ വേണ്ടി ഇരുന്നത്. അതിപ്പോ നമ്മള് ഒരു വേർഡ് റോങ് ആയിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു വെച്ചോ, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. നമുക്കൊരു കംപ്ലീറ്റ് റോങ് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, റോങ് ആയിട്ടുള്ള റീപ്ലേസ് ചെയ്യേണ്ട വേർഡ് ഇതാണ്. റീപ്ലേസ് ഏത് വേർഡ് കൊണ്ടാണോ റീപ്ലേസ് ചെയ്യുന്നത് നമ്മൾ വിത്തിന്റെ താഴെ ടൈപ്പ് ചെയ്തു, പക്ഷെ അത് കൊടുത്തത് തെറ്റാണ്. അതിനെ നമ്മൾ കറക്റ്റ് ചെയ്തു, ആഡിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഞാൻ അവിടെ ടൈപ്പ് ചെയ്തു. എന്നിട്ട് റീപ്ലേസ് എന്ന് കൊടുത്താൽ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുവാണെങ്കിൽ it will always will be replaced with this word add. Okay, then press replace. An autocorrect entry for added already exists. Do you want to redefine it? അപ്പോൾ നമ്മൾ നേരത്തെ ആഡിന് a triple d അല്ലേ കൊടുത്തത്, a double d ആഡിന് നമ്മൾ റീപ്ലേസ് വിത്ത് a triple d എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് ആയിരുന്നു കൊടുത്തത്, പക്ഷെ ദാറ്റ് വാസ് റോങ്. നൗ വി ആർ ഗോയിങ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് ദ ആക്ച്വൽ വേർഡ് ആഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെറിയൊരു ഡയലോഗ് ബോക്സ് വരും. നമ്മളത് റീഡിഫൈൻ ചെയ്യല്ലേ, കാരണം ഓവർ ആയിട്ട് ചെയ്യാൻ പോവാണ്. നമുക്കത് വേണ്ട, നമുക്ക് ശരിയായത് മതി. അത് നമ്മൾ യെസ് കൊടുത്തു. അപ്പോൾ ആ റോങ് വേർഡിനെ ഏത് വേർഡ് കൊണ്ട്, ഒറിജിനൽ വേർഡ് കൊണ്ട്, കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വേർഡ് കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു. ദെൻ ഓക്കെ. Now close it and let's check it. That's a wrong word. Now I'm pressing the space or enter. That replace aayillallo. What happened? Miss അത് അവസാനം ഓക്കേ പ്രസ് ചെയ്തില്ലായിരുന്നോ? പ്രസ് ചെയ്തായിരുന്നു. Let me check. Proof autocorrect add. ഒരു ഡീയും കൂടെ വേണമായിരുന്നു.
ഓക്കെ ഓക്കെ. Miss 4D ആയിരുന്നു Miss ആ 4. യാ യാ യാ, നൗ അണ്ടർസ്റ്റാൻഡ്. യെസ്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു വേർഡ് ഉണ്ടെങ്കിൽ ഹിയർ ദിസ് ആഡ്, കണ്ടോ ഇത് റോങ് അല്ലേ? ഇതിങ്ങനെ ടൈപ്പ് ചെയ്താൽ ഇങ്ങനെ തന്നെ ഡിസ്പ്ലേ ആവുള്ളൂ. കാരണം എന്താ, ഈ വേർഡിന്റെ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് നമ്മൾ ഓട്ടോ കറക്റ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഓട്ടോ കറക്റ്റ് ലിസ്റ്റിൽ ഇല്ല. അപ്പൊ നമ്മൾ ഇത് എപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്താലും ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. സോ ഇത് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫയലിലോ ഓപ്ഷൻസിൽ പോയി ഓട്ടോ കറക്റ്റ് ലിസ്റ്റിൽ ഈ വേർഡും കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഇതങ്ങനെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആവുള്ളൂ. മനസ്സിലായോ? അപ്പൊ കമ്പ്യൂട്ടറിൽ കുറെ വേർഡ്സ് ഉണ്ടെങ്കിലും എല്ലാം തന്നെ ഉണ്ടാവില്ല. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ അത് ഓട്ടോ കറക്റ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചോ കേട്ടോ. ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ വേറൊരാൾക്കും ഇതേപോലെ എന്തെങ്കിലും മിസ്പെല് ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ തിരുത്തി കൊടുത്തോളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഓട്ടോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചറാണ്. We're going to learn about auto text. That's a feature used in Microsoft. 6 minutes ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്നത് പറഞ്ഞു വെക്കാം. ഇപ്പൊ നിങ്ങളൊരു വലിയ നോവൽ ടൈപ്പ് ചെയ്യാൻ വിചാരിച്ചു, അല്ലെങ്കിൽ വലിയൊരു സ്റ്റോറി. അപ്പൊ അതിൽ ഒരുപാട് വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് വരും, വലിയ ലെറ്റേഴ്സ് ഇങ്ങനെ. ഇതിനകത്ത് പറഞ്ഞ ഓപ്ഷൻസ് ഞാൻ പറയാം. ഓപ്ഷൻ തന്നെ പറയാം. രാം പ്രസാദ്, ഒരു നോവലിലെ ഹീറോയുടെ പേരാണ് രാം പ്രസാദ്. ഇതിപ്പോ ഒരു സെന്റൻസ് ആ വിചാരിച്ചു. അപ്പൊ നമ്മൾ നോവലിൽ ഈ രാം പ്രസാദ് എന്നുള്ള പേര് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് വിചാരിച്ചു. ഓരോ തവണ ഈ രാം പ്രസാദ് നമ്മൾ ടൈപ്പ് ചെയ്യണ്ടേ? അപ്പൊ ഓട്ടോ ടെക്സ്റ്റ് വെച്ച് നമുക്ക് ഇത് ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് കാണിക്കാം, നിങ്ങൾക്ക് തന്നെ സർപ്രൈസ്. യെസ്, ഓക്കെ. നമ്മൾ ഏത് വേർഡ് ആണോ റിപ്പീറ്റ് ചെയ്യാൻ, സ്പെല്ലിംഗ് രാം പ്രസാദ് എന്നിട്ടാൽ എങ്ങനെ നമ്മളിവിടെ ആറ് സെലക്ട് ചെയ്തു, എന്നിട്ട് കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ട് രാം പ്രസാദ് ഇട്ടാൽ നമ്മൾ 6 ഫുൾ ടൈം എഴുതിയിട്ട് സ്പേസ് ഇട്ടാൽ രാം പ്രസാദ് എന്ന് വരും. ഇല്ല മിസ്, അത് സെലക്ട് കോപ്പി ചെയ്തിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ഇടുന്ന പരിപാടി. ആ വേർഡ് ഓക്കെ, അത് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ബട്ട് നമ്മൾ വേറെ ഇതല്ലാതെ അതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറിപ്പോകും. വീണ്ടും നമ്മൾ തിരിച്ചു വന്ന് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയുണ്ട്. ബട്ട് വി ഹാവ് എ ബെറ്റർ ഓപ്ഷൻ, ദാറ്റ് ഈസ് യൂസിങ് ഓട്ടോ ടെക്സ്റ്റ്. നമുക്ക് അതെങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാന്ന് വെച്ചാൽ, രാം പ്രസാദ് എന്നുള്ള വേർഡ് റിപ്പീറ്റ് ചെയ്യുന്ന വേർഡാണ്. അത് നമ്മൾ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്തിട്ട് ക്യാൻ യു സീ എനി ഓപ്ഷൻസ് ഹിയർ? എനിക്കത് കാണുന്നില്ലല്ലോ, എവിടെ പോയതാണ്? ഞാൻ ആ റിപ്പീറ്റ് ചെയ്യുന്ന വേർഡ് ചൂസ് ചെയ്യും. വി ഹാവ് ഓൺലി 4 minutes ലെഫ്റ്റ്. ഓക്കെ, രാം പ്രസാദ് എന്നുള്ള വേർഡാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ. അതുകൊണ്ട് ആ പേര് ഞാൻ എന്താ പറയാ സെലക്ട് ചെയ്തു, ആ ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. ദെൻ ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, ഇൻസേർട്ട് ടാബ് കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്തു. ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വിച്ച് വൺ വി വിൽ ചൂസ്? ദ ക്യൂട്ട് പാർട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടോ? യെസ്, ക്യൂട്ട് പാർട്സ് എന്നുള്ളത് ചൂസ് ചെയ്യാം. അപ്പൊ കുറച്ച് ഒരു 5 ഓപ്ഷൻസ് വി ആർ ഗെറ്റിംഗ്. അതിൽ ഏറ്റവും താഴെ കിടക്കുന്ന സേവ് സെലക്ഷൻ. യെസ്, ഓക്കെ ഓക്കെ, അത് സെലക്ട് ചെയ്യാം. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത വേർഡ് അവിടെ വന്നിട്ടില്ലേ, ടെക്സ്റ്റ് അവിടെ വന്നില്ലേ? ഓക്കെ, അതിനെ നമുക്ക് എന്തെങ്കിലും ഒരു കീ വെച്ച് നമുക്കത് പിന്നീട് അത് ഓർമ്മയിലിരിക്കുന്ന ഒരു കീ, രാം പ്രസാദിന്റെ ഷോർട്ട് ഫോം നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തു. ഈ RP എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം, രാം പ്രസാദിന്റെ ഷോർട്ട് ഫോം നമ്മൾ കൊടുത്തത്. അത് കൊടുത്തു. ദെൻ ക്യൂട്ട് പാർട്സ് ഉണ്ടോ? ക്യൂട്ട് പാർട്സിന് പകരം ഈ ഗാലറി അത് മാറ്റി ഓട്ടോ ടെക്സ്റ്റ് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കാം. ഈ 2 ചേഞ്ചസ് അവിടെ വരുത്തിയിട്ട് ഓക്കെ കൊടുക്കാം. ഒന്നാ പേര് നമുക്കൊരു എന്താ പറയുക പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു 1 ലെറ്ററോ 2 ലെറ്ററോ ഉള്ള ഒരു വേർഡായിട്ട് നമ്മൾ
നെയിമിനെ മാറ്റി അതിനുശേഷം ഗാലറി ഓപ്ഷനിൽ ഓട്ടോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്തു. ദെൻ ഓക്കെ പ്രസ് ചെയ്തു. ഡു യു വാണ്ട് ടു റീഡിഫൈൻ ദ ബിൽഡിംഗ് ബ്ലോക്ക് എൻട്രി? ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്ത് പഠിക്കാൻ വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ഇല്ലെങ്കിൽ നിങ്ങളോട് ഇത് ചോദിക്കത്തില്ല. ഫസ്റ്റ് ടൈം നമ്മൾ കൊടുക്കുന്നതിന് ഈ ഓപ്ഷൻ ഉണ്ടാവില്ല. റീഡിഫൈൻ ചെയ്യാൻ പോകണം ഞാൻ. സോ ഞാൻ യെസ് കൊടുത്തു. ഇനി രാംപ്രസാദ് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. RP എന്ന് ടൈപ്പ് ചെയ്യുക, സ്പേസ് കൊടുക്കുക. ഒന്നും വന്നില്ലല്ലോ, അങ്ങനെ വരില്ല. RP എന്ന് ടൈപ്പ് ചെയ്യുക, ഏറ്റവും മേലെ ഫംഗ്ഷൻ കീ ഉണ്ട്, F3 ഫംഗ്ഷൻ കീ, F3 പ്രസ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി രാംപ്രസാദ് അവിടെ വന്നു. അപ്പൊ എവിടെയൊക്കെ നമ്മൾ രാംപ്രസാദ് യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ ആ കൊടുത്ത ഷോർട്ട് നെയിം കൊടുത്തില്ലേ RP, അത് ടൈപ്പ് ചെയ്യാം, F3 പ്രസ് ചെയ്യാം. മനസ്സിലായോ? മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? നല്ല രസമല്ലേ ഇത്? ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഓപ്ഷൻ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പഠിച്ചിരുന്നത്. എനിക്കത് ഇതിനു മുമ്പ് എനിക്കിതേ കുറിച്ച് അറിയില്ലായിരുന്നു, ഞാൻ ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻസ് ഫോർ നോവലിസ്റ്റ് ആൻഡ് ഓൾ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്പോർട്ട്, എന്തെങ്കിലും ടേം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ സ്പെല്ലിംഗ് ഉള്ള, ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ കുറച്ച് സമയമുള്ള ഒരു വേർഡ് ഒക്കെ വരുവാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓട്ടോ ടെക്സ്റ്റ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ലേ? മിസ് ഒരു സമയം നമുക്ക് 2 എണ്ണം അങ്ങനെ ചെയ്യാൻ പറ്റുമോ മിസ്? ഒരു സമയം 2 എണ്ണം മീൻസ് ഇപ്പം നമുക്ക് രാംപ്രസാദും വേണം, അതേപോലെ വേറെ ഒരു പേരും കൂടെ വേണം. വേണം. ഇപ്പൊ നമ്മള് ഹംറ്റി ഡംറ്റി, അത് വേറെ, അതിനകത്തുള്ള ഒരു ക്ലിക്ക് ടൈമിലുള്ള ഒരു കാര്യമാണ്. 1 മിനിറ്റ് ഉള്ളു, പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഹംറ്റി ഡംറ്റി നമ്മൾ ടൈപ്പ് ചെയ്തു. ഇതിപ്പോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടൈപ്പ് ചെയ്യുന്നെന്ന് വിചാരിച്ചോ. ഈ വേർഡ് നമ്മൾ ചൂസ് ചെയ്തു. ദെൻ ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്തു, ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്തൊന്നും വന്നില്ല, ഇപ്പൊ വന്നു. യെസ്, ക്യുക്ക് പാർട്സ്. യെസ്, ക്യുക്ക് പാർട്സിൽ ആ വേർഡ് വന്നില്ലല്ലോ. ഓക്കെ, ഇൻസേർട്ടില് ക്യുക്ക് പാർട്സ്, സേവ് ആൻഡ് സെലക്ഷൻ ടു ക്യുക്ക് പാർട്സ് ഗാലറി, അതെടുത്തു. ഇപ്പൊ ഹംറ്റി ഡംറ്റി എന്ന് വന്നിട്ടില്ലേ, അതിന് നമുക്ക് HT എന്ന് കൊടുത്തു. ദെൻ എന്തെങ്കിലും ഒരു ചേഞ്ച് കൂടെ എനിക്ക് വരുത്താനില്ല. അതെന്തായിരുന്നു? ഓട്ടോ ടെക്സ്റ്റ് പാർട്സ് മാറ്റി ഓട്ടോ ടെക്സ്റ്റ് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനി ഞാൻ HT എന്ന് കൊടുത്തിട്ട് F3 പ്രസ് ചെയ്തു, വന്നു. അപ്പം മിസ് അപ്പം ഇനി മുതൽ RP